പണവും ആധുനിക സൗകര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ നേടാൻ ഓരോ മനുഷ്യനും ആഗ്രഹമുണ്ടാകും. അവയില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാനും സാധ്യമല്ല. എന്നാൽ അവ എങ്ങനെ നേടണം എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഭാരതത്തിൻ്റെ സംസ്കൃതിയിൽ ഋഷിമാരുടെ ഉപദേശമനുസരിച്ച് ആഗ്രഹ പൂർത്തീകരണങ്ങളെല്ലാം ധാർമ്മിക മാർഗത്തിലൂടെ തന്നെ സ്വായത്തമാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ധാർമ്മികമായി തന്നെ എല്ലാ സുഖസൗകര്യങ്ങളും നേടാം എന്നിരിക്കെ മനുഷ്യർ അധർമ്മത്തിലൂടെ അത് നേടുന്നതിനെ നമ്മുടെ സംസ്കൃതി പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരിലും സ്വതസിദ്ധമായിട്ടുള്ള ആസുരീകവും ദൈവികവുമായ ശക്തികളിൽ ആസുരീകമായ ശക്തിയാണ് അവനെ അധർമ്മത്തിലൂടെ ആഗ്രഹപൂർത്തീകരണം നേടുന്നതിനെ പറ്റി ചിന്തിപ്പിക്കുന്നത്. താൽക്കാലികമായ വിജയത്തിന് ഈ മാർഗം പ്രയോജനപ്പെട്ടേക്കാം. എന്നാൽ അവ ഭാവിയിൽ ദുഃഖവും ദുരിതവും അശാന്തിയും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വയ്ക്കും. വ്യക്തികളിലും കുടുംബങ്ങളിലുമൊക്കെ ഈ അധർമ്മത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നവർ ഉണ്ടാക്കുന്ന അശാന്തി ചെറുതൊന്നുമല്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റുള്ളവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പൂർണ്ണമായും കണ്ടില്ലെന്ന് തന്നെ നടിക്കും. സ്വസ്ഥവും സമാധാനപരവുമായ ജീവിതത്തിന് എല്ലാ മനുഷ്യരിലും ഒരു പരിധിവരെയെങ്കിലും ധാർമ്മികത നിറഞ്ഞ ചിന്തകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്.